Hi children, I hope all of you are fine. Today we are going to start our social science class. Our topic of today is the solar system. Firstly, a riddle. Do you answer? Okay. I am bright. I give light to the whole world. I am the center of a family. Who am I? Guess. Find it. What's the answer? Okay. Then, have you observed the night sky? You see countless objects shining in the night sky. All of the objects shining in the night sky are called heavenly bodies or celestial bodies. The sun, planets, the moon, comets and meteors are heavenly bodies. What do you can understand this? നിങ്ങൾ രാത്രിയിൽ പിന്നെ ആകാശത്ത് നോക്കാറില്ലേ? ആരെയൊക്കെ കാണാറുണ്ട്? നക്ഷത്രങ്ങളെ കാണാറുണ്ട്. ഒരുപാട് എണ്ണിയാൽ തീരാത്ത അത്ര വസ്തുക്കൾ ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങുന്നത് കാണാം ആകാശത്ത് അല്ലേ? എല്ലാം മിന്നി തിളങ്ങുന്നുണ്ട്. ആ മിന്നി തിളങ്ങുന്ന എല്ലാം കൂടി വിളിക്കുന്ന പേരാണ് എന്ത്? ഹെവൻലി ബോഡീസ് ഓർ സെലസ്റ്റിയൽ ബോഡീസ്. അവയെല്ലാം ജ്യോതിർഗോളങ്ങളാണ് എന്നാണ് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റാത്തതും കാണാൻ പറ്റുന്നതും എല്ലാം ഉണ്ട് അതിനകത്ത്. ഏതൊക്കെ നോക്കാം. ആകാശത്ത് മിന്നി തിളങ്ങുന്നവ ദി സൺ, പ്ലാനറ്റ്സ്, ദി മൂൺ, കോമറ്റ്സ് ആൻഡ് മീറ്റിയേഴ്സ് അല്ലേ? സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, ഗ്രഹങ്ങളുണ്ട് അല്ലേ? ധൂമകേതുക്കൾ, വാനക്ഷത്രങ്ങളുണ്ട്, കൊള്ളിമീനുകളുണ്ട് അല്ലേ? ഇവയെല്ലാം കൂടി വിളിക്കുന്ന പേരാണ് എന്ത്? ഹെവൻലി ബോഡീസ്. സോളാർ സിസ്റ്റം. The sun and the objects that orbit to form the solar system. Planets, asteroids and comets orbit the sun. The sun is the center of the solar system. It is the source of heat and light on earth. എന്താണ്? സൂര്യന് ചുറ്റും കറങ്ങുന്ന വസ്തുക്കളും അതെല്ലാം കൂടി ചേർന്നതാണ് സോളാർ സിസ്റ്റം. മീൻസ് സൗരയൂഥം. സൂര്യനും ഗ്രഹങ്ങളും മറ്റു വസ്തുക്കളും എല്ലാം ചേർന്നതാണ് എന്ത്? സോളാർ സിസ്റ്റം, സൗരയൂഥം എന്ന് വിളിക്കുന്നത്. ഗ്രഹങ്ങളുണ്ട്, പിന്നെ ചിഹ്നഗ്രഹങ്ങളുണ്ട്, ധൂമകേതുക്കളും വാൽനക്ഷത്രങ്ങളുണ്ട്. ഇതെല്ലാം സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള സൂര്യന് ചുറ്റും കറങ്ങുന്ന വസ്തുക്കളെ എല്ലാം കൂടി വിളിക്കുന്ന പേരാണെന്ത്? സോളാർ സിസ്റ്റം, സൗരയൂഥം. സെൻറ്റർ ഓഫ് ദി സോളാർ സിസ്റ്റം ഈസ് ദ സൺ. സൂര്യനാണ് സോളാർ സിസ്റ്റത്തിൻ്റെ നടുവിലുള്ളത്, സെൻറ്ററായിട്ട് നിൽക്കുന്നത്. സൂര്യനിൽ നിന്നാണ് അവയ്ക്ക് ചൂടും വെളിച്ചവും എല്ലാം കിട്ടുന്നത്. നമുക്ക് ഭൂമിയിലും അങ്ങനെ തന്നെ അല്ലേ? ഭൂമിയിലും സൂര്യൻ്റെ ചൂടും വെളിച്ചവും ഉള്ളത് കൊണ്ടാണ് ജീവജാലങ്ങളെല്ലാം ഇവിടെ ജീവിക്കുന്നത്. ഇത് സോളാർ സിസ്റ്റത്തിൻ്റെ ഫോട്ടോ. ഇതിൽ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളും മാത്രമാണ്. സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളുടെയും ഫോട്ടോസാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ. ദെൻ പ്ലാനറ്റ്സ് ആർ ബിഗ് ഹെവൻലി ബോഡീസ് ദാറ്റ് മൂവ് അറൗണ്ട് ദി സൺ ഇൻ ഫിക്സഡ് പാത്സ് കോൾഡ് ഓർബിറ്റ്സ്. പ്ലാനറ്റ്സ് ഡു നോട്ട് ഹാവ് ലൈറ്റ് ഓഫ് ദെയർ ഓൺ. ദി ഓൺലി റിഫ്ലെക്റ്റഡ് ദിസ് sunlight that falls on them, so they appear bright. The 8 planets in the solar system in order, starting from closest to farthest from the sun, are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. Okay. ഈ പ്ലാനറ്റ്സ് അല്ല, ഗ്രഹങ്ങൾ, സൂര്യന് ചുറ്റും കുറേ ഗ്രഹങ്ങൾ കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അവയ്ക്കെല്ലാം ഒരു സഞ്ചാര പദമുണ്ട്. അവർക്കെല്ലാം ചുറ്റാനായിട്ട് ഒരു വഴിയുണ്ട്, അവിടെ സ്വന്തമായുള്ളൊരു വഴി. ആ വഴിയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഭ്രമണപഥം. സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾക്കെല്ലാം സ്വന്തമായ വഴിയുണ്ട്, കറങ്ങാനുള്ള ഒരു വഴിയുണ്ട്, ഒരു പദമുണ്ട്. അതിനെയാണ് ഭ്രമണപഥം എന്ന് വിളിക്കുന്നത്. ഈ ഗ്രഹങ്ങൾക്കെല്ലാം, ഭ്രമണപഥത്തിലൂടെ കറങ്ങുന്ന ഗ്രഹങ്ങൾക്കെല്ലാം സൂര്യനിൽ നിന്നാണ് വെളിച്ചം കിട്ടുന്നത്. അവയ്ക്കൊന്നും സ്വന്തമായി പ്രകാശിക്കാനുള്ള കഴിവില്ല. സൂര്യനിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം കൊണ്ടാണ് അവ പ്രകാശിക്കുന്നത്, തിളങ്ങുന്നത്. എങ്ങനെ? സൂര്യന് ചുറ്റും കറങ്ങുന്ന 8 ഗ്രഹങ്ങളുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ നവഗ്രഹങ്ങൾ എന്നാണ് പറഞ്ഞു. 9 ഗ്രഹങ്ങളുണ്ടെന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്.
ഒരു ഗ്രഹത്തെ അത് ഡ്വാർഫ് പ്ലാനറ്റാണ്, കുള്ളൻ ഗ്രഹമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിരിക്കുന്നു. ഇപ്പോൾ 8 ഗ്രഹങ്ങളാണ്, അഷ്ടഗ്രഹങ്ങളാണ്. ഇതൊക്കെയാണ് അടുത്തു നിന്നും അകലേക്ക് പോകുന്നതനുസരിച്ച് ഗ്രഹങ്ങളെ ഇങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സെൻറ്ററിൽ സൺ, ദെൻ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. അങ്ങനെയാണ് ഗ്രഹങ്ങളെ തരംതിരിച്ചിരിക്കുക. ഗ്രഹങ്ങളുടെ പേര് 8 ഗ്രഹങ്ങൾ. മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാർസ് ആർ കാൾഡ് ഇന്നർ പ്ലാനറ്റ്സ്. അപ്പോൾ 8 ഗ്രഹങ്ങളിൽ മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാർസ്, ഈ ഗ്രഹങ്ങളെ വിളിക്കുന്ന പേരാണ് ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ ആന്തരിക ഗ്രഹങ്ങൾ, ഉള്ളിലുള്ള ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. ദേ ആർ ആൾസോ കാൾഡ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്. അവയ്ക്ക് വിളിക്കുന്ന മറ്റൊരു പേര് കൂടിയാണ് എന്ത്? ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്. ദി ഔട്ടർ പ്ലാനറ്റ്സ് ആർ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ദേ ആർ ആൾസോ കാൾഡ് ഗ്യാസ് ജയൻസ്. അപ്പോൾ 4 വിളിക്കുന്ന പേരെന്താണ്? മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാർസിനെ വിളിക്കുന്ന പേരാണ് ഇന്നർ പ്ലാനറ്റ്സ് ഓർ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ്. ഇനി പുറത്തുള്ള ബാഹ്യമായിട്ട് വരുന്ന 4 ഉണ്ട്. വിച്ച് ആർ ദേ? ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഇവയെ വിളിക്കുന്ന പേരാണ് ഗ്യാസ് ജയൻസ്, വാതക ഭീമന്മാർ എന്നാണ് വിളിക്കുന്നത്. ഇത് നമുക്ക് ഈ സോളാർ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളെ പരിചയപ്പെടാം. ഈസ് ദ സെൻറ്റർ ഓഫ് ദി സോളാർ സിസ്റ്റം? സണ്ണാണ് അല്ലേ? സണ്ണാണ് സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ അല്ലേ? കണ്ടില്ലേ സണ്ണ്? സൺ ഒരു നക്ഷത്രമാണ് അല്ലേ? നക്ഷത്രമാണ്. നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം പ്രകാശിക്കാൻ കഴിയുന്ന ഗോളങ്ങളെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അവ എന്തുകൊണ്ടാണ് നിർമ്മിതം? വാതകങ്ങളുടെ പ്രകാശഗോളമാണ് ഒരു നക്ഷത്രം എന്ന് പറയുന്നത്. ആ നക്ഷത്രങ്ങൾ ഹൈഡ്രജനും ഹീലിയമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ആ ഹൈഡ്രജനും ഹീലിയങ്ങളുടെയും പോലുള്ള വാതകങ്ങൾ ഗുരുത്വാകർഷണത്താൽ ഒരുമിക്കുമ്പോഴാണ് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് സൂര്യൻ ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് എന്താ പറയുക, വാതകങ്ങളുടെ സമ്മിശ്ര രൂപമാണ് സൂര്യൻ. അപ്പോൾ ഈ ഹൈഡ്രജൻ ഹീലിയമാകുന്ന ആ ഒരു പ്രവർത്തനത്തിൽ ഭയങ്കര ചൂടാണ്, ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ കത്തിജ്വലിക്കുന്ന ഒരു ഗോളമാണെന്ന് പറയാൻ കാരണം. അപ്പം ഭൂമിയിൽ ജീവൻ്റെ പ്രഭവകേന്ദ്രം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സൺ തന്നെയാണ് അല്ലേ? അപ്പോൾ സണ്ണാണ് താപ കേന്ദ്രം. അപ്പോൾ കൂടുതലായിട്ട് ഹൈഡ്രജനാണ്. പിന്നെ ഹീലിയം, ഓക്സിജൻ, നിയോൺ, അയേൺ, കാർബൺ തുടങ്ങിയ വാതകങ്ങളെല്ലാം അടങ്ങിയ ഒരു ഗോളമാണ് ഏത്? സൂര്യൻ. അപ്പോൾ ഹൈഡ്രജൻ ഹീലിയമായിട്ട് മാറുമ്പോൾ അത് രാസപ്രവർത്തനമാണ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര തീഗോളമാണ് സൂര്യൻ എന്ന് പറയുന്നത്. ലെറ്റ് us learn some interesting facts about the planets. നമുക്കിനി ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇപ്പോൾ ഗ്രഹങ്ങളുടെ സെൻറ്ററിൽ നിന്ന് പറഞ്ഞ സൺ ഓഫ് ദി സോളാർ സിസ്റ്റം ഈസ് ദ സൺ അല്ലേ? നെക്സ്റ്റ് തുടങ്ങുന്നത് എന്താണ്? മെർക്കുറിയാണ്. മെർക്കുറി, ദി സ്മാളസ്റ്റ് പ്ലാനറ്റ്, ദി പ്ലാനറ്റ് ക്ലോസസ്റ്റ് ടു ദി സൺ, നെയ്മഡ് ആഫ്റ്റർ റോമൻ മെസ്സഞ്ചർ ടു ഗോഡ്സ് എന്നാണ് പറഞ്ഞാൽ. മെർക്കുറി എന്ന് പറയുന്നത് ബുധൻ എന്ന ഗ്രഹമാണ്. സൂര്യന് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് മെർക്കുറി. പിന്നെ എന്താണ് ഇത്? ദൈവത്തിൻ്റെ സന്ദേശവാഹകൻ എന്നാണ് മെർക്കുറി. സൂര്യന് ഏറ്റവും അടുത്തുള്ള ഗ്രഹം മെർക്കുറി എന്ന് പറഞ്ഞാൽ ബുധൻ. സൂര്യന് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? മെർക്കുറി. സൂര്യന് ഏറ്റവും ചെറിയ ഗ്രഹമാണ്. സൂര്യനടുത്താണ്. ഇത് എന്താണ്? ദൈവത്തിൻ്റെ സന്ദേശവാഹകൻ എന്നാണ് റോമൻകാരുടെ വിശ്വാസം. റോമൻ മെസ്സഞ്ചർ ടു ഗോഡ്സ് എന്നാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ ഗ്രഹമാണിത് വീനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ശുക്രൻ. ശുക്രനെ നമ്മൾ കാണാറുണ്ട് അല്ലേ? ശുക്രൻ നന്നായിട്ട് ദി ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. വീനസ്, ദി ഹോട്ടസ്റ്റ് പ്ലാനറ്റ്, ദി ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്, കാൾഡ് എർത്ത് ട്വിൻ, നെയ്മഡ് ആഫ്റ്റർ ദി റോമൻ ഗോഡസ് ഓഫ് ലവ് ആൻഡ് ബ്യൂട്ടി. അപ്പോൾ നല്ല ചൂടുള്ള ഗ്രഹമാണ് മെർക്കുറി. നല്ല ചൂട് തന്നെയാണ്, കാരണം സൂര്യന് അടുത്തല്ലേ, അതുകൊണ്ട് നല്ല ചൂടാണ് മെർക്കുറിക്ക്. അതുപോലെ ചൂട് കൂടിയ പിന്നെ പ്ലാനറ്റ് തന്നെയാണ് വീനസും ശുക്രനും. പിന്നെ എന്താണ്? നന്നായി തിളങ്ങുന്ന ഗ്രഹമാണ്. ഇതിനെ ഭൂമിയുടെ ഇരട്ട എന്നും വിളിക്കാറുണ്ട്, എർത്ത് ട്വിൻ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഇദ്ദേഹത്തിനെ എങ്ങനെ സങ്കല്പിക്കണമെന്നറിയാമോ? സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ദേവനായിട്ടാണ് ഈ ശുക്രനെ വിളിക്കുന്നത്.
നമുക്ക് രാവിലെയും വൈകുന്നേരവും ഈ ശുക്രനെ കാണാനായിട്ട് പറ്റും. അതായത് ഈവനിങ് സ്റ്റാർ പിന്നെ മോർണിംഗ് സ്റ്റാർ എന്നും വിളിക്കുന്നുണ്ട് ശുക്രനെ. പറയാറില്ലേ ശുക്രൻ ഉദിച്ചു, ശുക്രദശ തുടങ്ങിയെന്ന് പറയാറില്ലേ? ആ നല്ല കാലത്തിൻ്റെ തുടക്കം. അതാണ് സ്നേഹത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒക്കെ ദേവനായിട്ടാണ് ശുക്രനെ കാണുന്നത്. ഒരു വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ ശുക്രൻ ഉദിച്ചു പറഞ്ഞാൽ നല്ല കാലം വന്നാച്ചെന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ രാവിലെയും വൈകുന്നേരം നമുക്ക് നല്ല തിളക്കമുള്ള ഗ്രഹമായതുകൊണ്ട് നമുക്ക് ഭൂമിയിൽ നോക്കിയാൽ കാണും. രാവിലെയും വൈകുന്നേരം നല്ല ഉദിച്ച് തിളങ്ങി നിൽക്കുന്ന ഗ്രഹമാണ് വീനസ്, ശുക്രൻ എന്ന് പറയുന്നത്. പിന്നെ തേർഡ് വണ്ണാണ് നമ്മുടെ സ്വന്തം അല്ലേ, എന്താണ്, യെസ്, എർത്ത് അല്ലേ, നമ്മുടെ സ്വന്തം ഭൂമിദേവി അല്ലേ. ഈ ഗ്രഹങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എർത്ത് എന്ന പ്ലാനറ്റ് അല്ലേ. നമ്മളെല്ലാം ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ. എന്തറിയാമോ? എർത്ത്, ദി ഓൺലി പ്ലാനറ്റ് വേർ ലൈഫ് ഈസ് നോൺ ടു എക്സിസ്റ്റ്, കാൾഡ് ബ്ലൂ പ്ലാനറ്റ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് വാട്ടർ. മൂൺ ഈസ് ദി ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ്. എന്താണെന്നറിയാമോ ഭൂമിക്ക് ഇത്ര പ്രത്യേകത? ഭൂമിയിൽ മാത്രമാണ് ജീവനുള്ളത്, ജീവജാലങ്ങളുള്ള ഒരേ ഒരു ഗ്രഹമാണ് ഇത്, എർത്ത്, ഭൂമി. നീലഗ്രഹം എന്നാണ് വിളിക്കുന്നത്. എന്തങ്ങനെ വിളിക്കാൻ കാരണം അറിയാമോ? നമുക്കറിയാമല്ലേ ഭൂമിയിൽ അധികവും ജലമാണ് അല്ലേ, വെള്ളമാണ്. അപ്പോൾ നമ്മൾ കടലാണ്, അപ്പോൾ വെള്ളത്തിന് നമ്മൾ നീല കളറിലേ കൊടുക്കുക അല്ലേ, നീല കളറിലേ. കാരണം ആകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ്, പ്രതിഫലനം ചെയ്യുന്നതുകൊണ്ടാണ് നീല കളർ നാം പറയുന്നത്. നോക്കുമ്പോൾ നീല കളറായിട്ടാണ് തോന്നുക. അതുകൊണ്ടാണ് ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. 75% വെള്ളമാണ്, അപ്പോൾ അതുകൊണ്ട് ബ്ലൂ പ്ലാനറ്റ് എന്ന് വിളിക്കുന്നു. പിന്നെയോ ഒരേ ഒരു ഉപഗ്രഹമാണുള്ളത്. ആരാണെന്നറിയാമോ? ചന്ദ്രൻ. മൂൺ ഈസ് ദ ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ്. പ്രകൃതിദത്തമായിട്ടുള്ള ഉപഗ്രഹം ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് ഉപഗ്രഹങ്ങൾ നമ്മൾ വിട്ടിട്ടുണ്ടല്ലേ, ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് എർത്തിൻ്റെ പ്രത്യേകത. തേർഡ് വൺ. ദെൻ ഫോർത്ത് ഏതാ നോക്കാം നമുക്ക്. ഫോർത്ത് പ്ലാനറ്റ് ഈസ് ദിസ്, മാർസ്. മാർസ് കണ്ടില്ലേ? മാർസ് എന്ന് പറഞ്ഞാൽ പറയാം ചൊവ്വ അല്ലേ. ചൊവ്വാദോഷം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ. ഗ്രഹങ്ങളെ നോക്കിയിട്ടാണ് മനുഷ്യൻ്റെ ജാതകമെഴുത്തും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ചൊവ്വ എന്ന് പറയണില്ലേ, മാർസ് നോൺ ആസ് റെഡ് പ്ലാനറ്റ്. ഫൊബോസ് ആൻഡ് ഡിമോസ് ആർ ദി 2 satellites named after the Roman god of war. യുദ്ധത്തിൻ്റെ ദേവനായിട്ടാണ് ചൊവ്വാഗ്രഹത്തെ പറയുന്നത്. അതിൻ്റെ റെഡ് പ്ലാനറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ചുമന്ന ഗ്രഹം എന്നാണ്. കണ്ടില്ലേ, ചുവപ്പ് ഗ്രഹമാണ്, ചുവപ്പ് കളറാണെന്നാണ് പറയുന്നത്. ചുവന്ന ഗ്രഹം എന്നാണ് വിളിക്കുന്നത്. പിന്നെയോ 2 ഉപഗ്രഹങ്ങളുണ്ട്. ഒന്ന് ഇതാണ് ഫൊബോസ് എന്നും ഡിമോസ് എന്നുള്ള 2 ഉപഗ്രഹങ്ങളുണ്ട്. പിന്നെ യുദ്ധത്തിൻ്റെ ദേവനായിട്ടാണ് പറയുന്നത്. എന്താ പ്രത്യേകത അറിയുമോ? ചുമന്ന കളറിൽ കാണാൻ കാരണം അതിൻ്റെ ഉപരിതല മണ്ണെല്ലാം ചുവപ്പാണ്, എല്ലാം ചുവന്നിട്ടാണ് പാറകളുമെല്ലാം. പിന്നെ ഒരു വാർത്തയുണ്ട്, കാരണം ഏറ്റവും വലിയ കൊടുമുടി ചൊവ്വയിലാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമ്മളെ ഏറ്റവും വലിയത് എവറസ്റ്റിലെ, മൗണ്ട് എവറസ്റ്റ് എന്നല്ലേ പറയാറല്ലേ, അതിനേക്കാൾ വലുതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ മാർസിനെ വിളിക്കുന്നത് റെഡ് പ്ലാനറ്റാണ്, നല്ല ചുമന്ന് തുടുത്ത നല്ല ഗ്രഹമാണെന്നാണ് പറയുന്നത്. 4ാമത്തെ മാർസ്, ചൊവ്വ. നെക്സ്റ്റ് 5th എന്താണെന്നറിയാമോ? ജൂപ്പിറ്റർ. ഇതാണ് ജൂപ്പിറ്ററാണ്. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ അറിയാമോ? വ്യാഴം എന്ന ഗ്രഹമാണ് 5ാമത്തത്. ജൂപ്പിറ്റർ, ദി ലാർജസ്റ്റ് പ്ലാനറ്റ്, ദി ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് ജൂപ്പിറ്റർ ഈസ് ഗാനിമേഡ്, നെയ്മഡ് ആഫ്റ്റർ ദി കിങ് ഓഫ് റോമൻ ഗോഡ്സ്. പ്രത്യേകത, വളരെ പ്രത്യേകത ഉണ്ട്. എത്ര ഗ്രഹങ്ങളാണെന്ന് പറഞ്ഞാൽ 8 planets അല്ലേ, അഷ്ടഗ്രഹങ്ങളാണ്. അതിൽ ഏറ്റവും വലുതാണ് ഇത് ജൂപ്പിറ്റർ, വ്യാഴം, ലാർജസ്റ്റ് പ്ലാനറ്റാണ്. പിന്നെയോ ഏറ്റവും വലിയ ഉപഗ്രഹവും ജൂപ്പിറ്ററിനാണ്. എന്താ ഉപഗ്രഹത്തിൻ്റെ പേരെന്നറിയാമോ? ഗാനിമേഡ്. ഉപഗ്രഹങ്ങളിൽ വലുതുമാണ്, ഗ്രഹങ്ങളിൽ വലുതാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിൻ്റെ സാറ്റലൈറ്റ് ഉപഗ്രഹവും ഏറ്റവും വലുതാണ് ഗാനിമേഡ് എന്ന്. റോമൻ ദൈവത്തിൻ്റെ രാജാവ്, ദൈവങ്ങളുടെ രാജാവായിട്ടാണ് ജൂപ്പിറ്ററിനെ കണക്കാക്കുന്നത്. ഒരു 63 സാറ്റലൈറ്റ് ഉണ്ട്, 63ഓളം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ജൂപ്പിറ്റർ. 1300ഓളം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വ്യാസമുണ്ട്.
ഈ ജൂപ്പിറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ എന്താ വലിപ്പം ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. ജൂപ്പിറ്ററിൻ്റെ ഉപഗ്രഹവും ഏറ്റവും വലുതാണ്. ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? ഗാനിമേഡ് എന്നാണ്. 63ഓളം ഉപഗ്രഹങ്ങൾ, ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം കൂടിയാണ് ജൂപ്പിറ്റർ. ഓക്കെ, ദെൻ 6th വൺ എന്താണ്? സാറ്റേൺ. എന്താണ്? സാറ്റേൺ. സാറ്റേൺ പ്രത്യേകത കണ്ടില്ലേ? ഇതുവരെ കണ്ടിരുന്നൊരു പ്രത്യേകത കണ്ടില്ലേ സാറ്റേൺ? എന്താണ്? ചുറ്റും ഒരു വലയമുണ്ടല്ലേ? യെസ്, വലയമുണ്ട്. റിങ്സ് ഉണ്ട്, 4 റിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 4 വലയങ്ങളുണ്ട് അത്ര. ശനി എന്ന് സാറ്റേൺ എന്ന് പറഞ്ഞാൽ ശനിയാണ് കേട്ടോ, ശനി ഗ്രഹത്തിന് ചുറ്റും. പക്ഷെ അത് ഗ്രഹത്തെ തൊടുന്നില്ല എന്ന് പറയുന്നത്. ABCD ഇട്ട് വിളിക്കുന്ന, പേരിട്ട് വിളിക്കുന്ന 4 ഗ്രഹങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. 4 വലയങ്ങളുണ്ട്. 4 റിങ്സ്, 4 റിങ്സ്, 4 വളയങ്ങളുണ്ട് എന്നാണ് പറയണത്. പിന്നെ യെല്ലോ കളറാണ്. ആ വളയങ്ങൾ ഐസും ഗ്യാസും ഡസ്റ്റും പൊടിയൊക്കെ, ഐസ് പിന്നെ വാതകങ്ങൾ പൊടിയൊക്കെ കൊണ്ട് നിർമ്മിതമായതാണെന്നാണ് പറയുന്നത്. 4 വലയങ്ങൾ ABCD എന്ന് പേരിട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ മഞ്ഞ കളറാണ് സാറ്റേൺ, ദി പ്ലാനറ്റ് വിത്ത് റിങ്സ്. ടൈറ്റാൻ ഈസ് ദി ലാർജസ്റ്റ് സാറ്റലൈറ്റ് നെയ്മഡ് ആഫ്റ്റർ ദി റോമൻ ഗോഡ് ഓഫ് ഹാർവെസ്റ്റ്. കൊയ്ത്തിൻ്റെ, വിളവെടുപ്പിൻ്റെ ദേവനായിട്ടാണ് ശനിഗ്രഹത്തെ പറയുന്നത്. അതിന് റിങ്സ് ഉണ്ട്, വലയങ്ങളുണ്ട്. പിന്നെ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? ടൈറ്റാൻ എന്നാണ് സാറ്റേൺ സാറ്റലൈറ്റിൻ്റെ പേര്. ശനിഗ്രഹത്തിൻ്റെ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ടൈറ്റാൻ എന്ന്. മഞ്ഞ കളറിലാണ് ശനിഗ്രഹം. ഗ്രഹങ്ങളിൽ 2ാമത്തെ സ്ഥാനമാണ് സാറ്റേണിനുള്ളത്. ഏറ്റവും വലുത് ഏതാണ്? ദി ലാർജസ്റ്റ് പ്ലാനറ്റ് ഈസ് ജൂപ്പിറ്റർ. സെക്കൻഡ് പ്ലേസ് ആർക്കാണ്? സാറ്റേൺ. 2ാം സ്ഥാനം സാറ്റേണിനാണ്. യെല്ലോ കളറാണ്. ഓക്കെ, വളയങ്ങളുള്ള വളയമുണ്ടെന്നുള്ളതാണ് പ്രത്യേകം. 4 വളയങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് 7th നോക്കാം. 7th പ്ലാനറ്റ് ഏതാണെന്ന് നോക്കാം. യെസ്, യുറാനസ്. കണ്ടില്ലേ? യുറാനസ്. ഒരു ബ്ലൂയിഷ് കളർ തന്നെയാണല്ലേ യുറാനസിന്. യുറാനസ്, ദി കോൾഡസ്റ്റ് പ്ലാനറ്റ്, കാൾഡ് ഐസ് ജയൻറ്റ്, നെയ്മഡ് ആഫ്റ്റർ ദി റോമൻ ഗോഡ് ഓഫ് സ്കൈ. ആകാശത്തിൻ്റെ ദേവനാന്ന് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബ്ലൂയിഷ് കളർ. ഒരു ഇളം നീല കളറാണ് കേട്ടോ. ഏറ്റവും തണുത്തുറഞ്ഞ പ്ലാനറ്റാണ്, നല്ല തണുപ്പാണിത്. കാൾഡ് ഐസ് ജയൻറ്റ് എന്നാണ്, ഐസ് ഭീകരം തന്നെ വിളിക്കണത്. കാരണം തണുത്തുറഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഐസ് ജയൻറ്റ് എന്ന് വിളിക്കുന്നത് യുറാനസിന്. വേറെ പേരൊന്നുമില്ല കേട്ടോ, യുറാനസ് എന്ന് തന്നെയാണ് വിളിക്കുക. പിന്നെ ആകാശത്തിൻ്റെ ദേവനായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ 7th വണ്ണുമായി അല്ലേ? ഇനി എത്ര ഉണ്ട്? 1 അവശേഷിക്കുന്നുണ്ട് അല്ലേ? ദാറ്റ് ഈസ് നെപ്റ്റ്യൂൺ. ഉണ്ടോ? നെപ്റ്റ്യൂൺ ഫാർദസ്റ്റ് പ്ലാനറ്റ് ഫ്രം ദി സൺ, നെയ്മഡ് ആഫ്റ്റർ ദി റോമൻ ഗോഡ് ഓഫ് സീ. ഏറ്റവും അകലെയുള്ളതാണ്, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ളതാണ് നെപ്റ്റ്യൂൺ. ഏറ്റവും അടുത്താരാണ്? മെർക്കുറിയാണല്ലേ. ഏറ്റവും അകലെയുള്ളത് നെപ്റ്റ്യൂണാണ്. നെപ്റ്റ്യൂണിനെ കടലിൻ്റെ ദേവനായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നെപ്റ്റ്യൂണും ഒരു ചെറിയ നീല കളറിൽ തന്നെയാണ്. പിന്നെ ഏറ്റവും അകലെയുള്ള പ്ലാനറ്റാണ് നെപ്റ്റ്യൂൺ. അപ്പോൾ നമ്മൾ സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളെയും കുറിച്ച് പഠിച്ചു അല്ലേ? സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, 8 ഗ്രഹങ്ങൾക്കും ചുറ്റാനിട്ടൊരു വഴിയുണ്ട്. അതിനെയാണ് ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദി സോളാർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അടങ്ങിയതാണ് എന്ത്? സോളാർ സിസ്റ്റം. ഒന്നുകൂടി നോക്കാം. സോളാർ സിസ്റ്റം ഉണ്ടല്ലേ? സോളാർ സിസ്റ്റം സെൻറ്ററിൽ സണ്ണുണ്ട്, സെൻറ്ററിൽ ദ സൺ, അടുത്ത് മെർക്കുറി ഉണ്ട്. മെർക്കുറി കഴിഞ്ഞാൽ ഏതുണ്ട്? വീനസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ എർത്ത് ഉണ്ട്. അത് കഴിഞ്ഞാൽ മാർസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ജൂപ്പിറ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് സാറ്റേൺ ഉണ്ട്, യുറാനസ് ഉണ്ട്, നെപ്റ്റ്യൂൺ ഉണ്ട്. ദീസ് ആർ സോളാർ സിസ്റ്റം. can you understand? ഉണ്ടോ? ശരിയുടെ പ്രത്യേകമുണ്ട്. സാറ്റേണിന് കണ്ടേ വളയം ഉണ്ടോ? സാറ്റേണിന് ഒരു വലയമുണ്ട്. കണ്ടോ? യെസ്, ഇതാണ് സോളാർ സിസ്റ്റം. ഓക്കെ, ജൂപ്പിറ്റർ കണ്ടോ? ഏറ്റവും വലിയ ഗ്രഹം ജൂപ്പിറ്റർ കണ്ടില്ലേ? യെസ്, എർത്ത് പോണ് എർത്ത് കണ്ടില്ലേ? മാഴ്സ് കണ്ടിച്ചു, റെഡ് കളറിൽ മാഴ്സ്
മാർസ് കണ്ടേ റെഡ് കളറിൽ അല്ലേ? വീനസ് കണ്ടില്ലേ തിളങ്ങി നിൽക്കുന്നു, വീനസ് അത് തിളങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ? ശുക്രൻ തിളങ്ങി നിൽക്കുന്നു. എർത്ത് കണ്ടില്ലേ? എർത്ത് ബ്ലൂ ഗ്രഹം അല്ലേ? ബ്ലൂ പ്ലാനറ്റില്ലേ? മെർക്കുറി കണ്ട അടുത്ത്, സൂര്യനെ ഏറ്റവും അടുത്തുള്ളത് മെർക്കുറി. കണ്ടില്ലേ? യെസ്. യുറാനസ് നെപ്റ്റ്യൂൺ ഇപ്പുറത്താണ് കണ്ടാ. നെപ്റ്റ്യൂൺ ഇതാ, യുറാനസ് എല്ലാ ഗ്രഹങ്ങളെയും കണ്ട സെൻറ്ററിൽ സൂര്യൻ അതാ ജ്വലിച്ച് നിൽക്കുന്നു. ഓക്കെ. സൺ ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് അതർ പ്ലാനറ്റ്സ് ആർ കോൾഡ് സോളാർ സിസ്റ്റം അല്ലേ? ഇതാണ് ഇത് നമുക്ക് നോക്കേണ്ടത്. സാറ്റലൈറ്റ്സ്, ഉപഗ്രഹങ്ങൾ. Satellites or moons are heavenly bodies that revolve around planets. The only natural satellite of the Earth is Moon. The planet Jupiter has the highest number of satellites. Ganymede, the satellite of Jupiter, is the largest satellite in the solar system. ഉപഗ്രഹം ഉണ്ടല്ലേ? ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? മൂണാണ് അല്ലേ? ചന്ദ്രനാണ്. അപ്പോൾ ആ ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ഭൂമി സൂര്യനെ ചുറ്റുന്നത് പോലെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നുണ്ട് അല്ലേ? എത്ര ദിവസം അറിയാമോ? ചന്ദ്രമാസം എന്ന് പറഞ്ഞാൽ 28 ദിവസമാണ് അല്ലേ? അപ്പോൾ പിന്നെ ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്തമായ ഉപഗ്രഹം ഏതാണ്? മൂണാണ് അല്ലേ? പിന്നെ ഏറ്റവും വലിയ പ്ലാനറ്റായ ജൂപ്പിറ്ററിന് ഒരുപാട് ഉപഗ്രഹങ്ങളുണ്ട്. 63 ഉപഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? ഏറ്റവും വലുത് ഏതാണ്? ഗാനിമീഡ് എന്നാണ്. പിന്നെ അത് ഏറ്റവും വലിയ സാറ്റലൈറ്റുമാണ് ഗാനിമീഡ് അല്ലേ? സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം എന്ന് പറയുന്നത് ഗാനിമീഡാണ്. സാറ്റലൈറ്റ്സ് മെയ്ഡ് ബൈ മാൻ ആൻഡ് ലോഞ്ച്ഡ് ഇൻ ടു സ്പേസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് വെദർ സ്റ്റഡീസ് ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ഇന്ത്യാസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഈസ് ആര്യഭട്ട. അപ്പം അങ്ങനെ പ്രകൃതിദത്തമായ ഉപഗ്രഹങ്ങളുമുണ്ട്, അല്ലാതെ മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹങ്ങളുമുണ്ട്. അങ്ങനെ മനുഷ്യനിർമ്മിത കാലാവസ്ഥകളെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് മനുഷ്യനിർമ്മിച്ച് എന്ത് ചെയ്യും? പ്ലാനറ്റ്സ് ഗ്രഹങ്ങളിലേക്ക് അയക്കും. അങ്ങനെയുള്ള ഉപഗ്രഹങ്ങളെയാണ് എന്ത് പറയുക? മാൻമെയ്ഡ് സാറ്റലൈറ്റ് എന്ന് പറയുക, മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങളിൽ നിന്ന്. അങ്ങനെ ഉപഗ്രഹങ്ങൾ ഒരുപാട് വിട്ടിട്ടുണ്ട് അല്ലേ? അപ്പം ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട്, കാരണം മനുഷ്യനിർമ്മിതമായ ഉപഗ്രഹം ഏതാണെന്ന് അയച്ചെന്നറിയാമോ? ആര്യഭട്ടയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഗ്രഹങ്ങളുടെ ഉപരിതലത്തെക്കുറിച്ചും അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് വിക്ഷേപിച്ച സാറ്റലൈറ്റ്. വിച്ച് വൺ? ആര്യഭട്ട. അസ്ട്രോയിഡ്സ് എന്നാൽ ചിഹ്നഗ്രഹങ്ങൾ. അസ്ട്രോയിഡ്സ് ആർ ഹ്യൂജ് റോക്ക് ബോഡീസ് ഓർബിറ്റിംഗ് ദ സൺ. They are found between the orbits of Mars and Jupiter. The largest asteroid is Ceres. അപ്പോൾ ഈ പ്ലാനറ്റുകൾക്ക് പുറമേ എന്താണ്? ചിഹ്നഗ്രഹങ്ങളും സൂര്യന് ചുറ്റും ഇങ്ങനെ വലയം ചെയ്ത് നമ്മൾ മെയിനായിട്ട് കാണുന്നതാണ് നമ്മൾ അഷ്ടഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചത്. അതിനിടയിൽ ചെറിയ ചെറിയ ഗ്രഹങ്ങളും ചുറ്റുന്നുണ്ട്. അവരെ വിളിക്കുന്ന പേരാണെന്ന് അസ്റ്ററോയിഡ്സ് എന്ന്, ചിഹ്നഗ്രഹങ്ങൾ എന്ന്. അവരും ഭ്രമണപഥത്തിനിടയ്ക്കാണ്. ഇതിനൊക്കെ ഇടയ്ക്കാണ് കൂടുതലും ഉള്ളത് അങ്ങനത്തെ ഗ്രഹങ്ങൾ. മാർസിനും ജൂപ്പിറ്ററിനിടയ്ക്ക്, ചൊവ്വയ്ക്കും ജൂപ്പിറ്ററിനും ഇടയ്ക്ക്, അങ്ങനെ ഭ്രമണപഥത്തിനിടയ്ക്ക് ഇങ്ങനെ കുറച്ച് അസ്ട്രോയിഡ്സ് ഉണ്ട്, ചിഹ്നഗ്രഹങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുത് ഏതെന്നറിയാമോ? സെറസ് എന്നാണ്. സെറസ് എന്ന ചിഹ്നഗ്രഹമാണ്, അസ്ട്രോയിഡ്സ് ആണ് ഏറ്റവും വലുതെന്ന് പറയുന്നു. അവ എവിടെ ചുറ്റുന്നു? മാർസിനും ജൂപ്പിറ്ററിനും ഇടയ്ക്ക് ഭ്രമണം ചെയ്യുന്നവയാണ്. ദെൻ കോമെറ്റ്സ്. കോമെറ്റ്സ് ആർ ഹെവൻലി ബോഡീസ് മെയ്ഡ് ഓഫ് ഡസ്റ്റ്, ice and rock with a long tail. Halley's comet, named after Edmund Halley, appears once in 76 years. It last appeared in 1986. വാൽ നക്ഷത്രം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ധൂമകേതു, വാൽ നക്ഷത്രം. നമുക്കിങ്ങനെ ഒരു നക്ഷത്രം അങ്ങനെ വാലോട് ഇങ്ങനെ ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്, ദുർലഭമായിട്ട് കാണാറുണ്ട് അല്ലേ? അങ്ങനെ ചലിക്കുന്നത് വാൽ നക്ഷത്രം. അപ്പോൾ അവ എങ്ങനെയാണ്? കൊള്ളിമീൻ എന്ന് പറയും. കൊള്ളിമീനെന്ന് വിളിക്കാറുണ്ട്, വാൽനക്ഷത്രം വിളിക്കാറുണ്ട്, ധൂമകേതു എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്തുകൊണ്ട് നിർമ്മിതമാണ്? ആ പൊടികളാലും പിന്നെ ഐസാലും റോക്ക് പാറക്കഷ്ണങ്ങളാലൊക്കെ നിർമ്മിതമാണ്. അപ്പോൾ ഒരു വാലുള്ളത് പോലെ തോന്നിക്കുക, അങ്ങനെ വാദങ്ങൾ അങ്ങനെ ഘർഷണം മൂലം തോന്നിക്കുകയാണ് നമുക്കത്. അപ്പോൾ അങ്ങനെ വാലുള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഹാലിസ് കോമറ്റ് എന്ന് പറയുന്നു. അത് 76 വർഷം കൂടുമ്പോഴാണ് അല്ലേ, ഒരിക്കലാണ് കാണുക എന്ന് പറയുന്നു. അവസാനമായിട്ട് കണ്ടത് 1986 ഈ കോമറ്റ്സിനെ കണ്ടത്. ഏത് കോമറ്റ്സിൻ്റെ? ധൂമകേതുവിനെ. ഏത് വാൽ നക്ഷത്രം? ഹാലീസ് കോമറ്റ് എന്ന് പറയുന്നത്. എഡ്മണ്ട് ഹാലിക്ക് ശേഷം പിന്നെ ഹാലീസ് കോമറ്റാണ് പ്രത്യക്ഷപ്പെട്ടത്. 1986 അവസാനമായിട്ട് ധൂമകേതുവിനെ കണ്ടത്.
ഇനി പഠിക്കാനുള്ളത് മെറ്ററോയിഡ്സ്, മീറ്റിയേഴ്സ് ആൻഡ് മീറ്റിയോറൈറ്റ്സ്. Meteorites are little chunks of rocks in space. When a meteoroid enters the Earth's atmosphere, it is called a meteor. It appears like a shooting star. When a meteor falls into Earth's surface, it is called meteorite. It can form huge craters on the Earth's surface. ഉൽക്കകളുണ്ട്, ഉൽക്കകൾ, ആകാശധൂളികൾ എന്നൊക്കെ അർത്ഥം. അവ എങ്ങനെയാണ്? ഉപരിതലത്തിൽ പാറകളാൽ നിർമ്മിതമാണ്. അവ എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്നു, അന്തരീക്ഷത്തിലേക്ക് വരുന്നു. അതിന് വിളിക്കുന്ന പേരാണ് മീറ്റിയോർ. എന്നാൽ ഉൽക്കകൾ എന്നർത്ഥം. പാറകളാലും എല്ലാം നിർമ്മിതമായ അവ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്നതാണ് ഉൽക്കകൾ. ഉൽക്കാവീഴ്ച, ഉൽക്കാപതനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേൾക്കും നിങ്ങൾ. ഇനി പഠിക്കും, ഭാവിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ആ മീറ്റിയേഴ്സ് എന്തിരുന്നു? ഷൂട്ടിംഗ് സ്റ്റാർ എന്നൊക്കെ വിളിക്കും. കൊള്ളിമീൻ, വീഴുന്ന നക്ഷത്രം എന്നൊക്കെ പറയാം. അങ്ങനെ വീഴുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ ഇങ്ങനെ വന്ന് വീഴുന്നതായിട്ട് തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ ഭൂമിയിലേക്ക് പതിക്കാറുണ്ട്. അങ്ങനെ പതിക്കുമ്പോഴാണ് ഇവിടെ ഗർത്തങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്, ഉൽക്കാപതനം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഈ പാറകളും പൊടികളാലൊക്കെ നിർമ്മിക്കപ്പെട്ട വസ്തുക്കളാണ് എന്ത്? മീറ്ററോയിഡ്സ് അല്ലേ? ഉൽക്കാശിലകൾ, ഉൽക്കകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഉൽക്കകളിൽ നിന്നും പറഞ്ഞു പോന്നിട്ട് കഷ്ണങ്ങളായിട്ട് അവ ഭൂമിയിലേക്ക് പതിക്കാറുണ്ട്. അതിനെ മീറ്റോറൈറ്റ്സ് എന്ന് പറയുന്നു, മീറ്റോറൈറ്റ് എന്ന് പറയുന്നു, ഉൽക്കാപതനം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അസ്ട്രോണമി. ദി സ്റ്റഡി ഓഫ് ഹെവൻലി ബോഡീസ് ഇസ് കോൾഡ് അസ്ട്രോണമി. ദി പീപ്പിൾ ഹു സ്റ്റഡി അസ്ട്രോണമി ആർ കോൾഡ് astronomers. India has made great contributions in astronomy. The greatest Indian astronomer is Aryabhatta, who lived 1500 years ago. He was the first person to state that the earth is round and it rotates on its own axis. Astronomy എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രം. ജ്യോതിശാസ്ത്രം അപ്പം ജ്യോതിർഗോളങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നത്, അതാണ് ജ്യോതിശാസ്ത്രം. അപ്പോൾ അങ്ങനെ പഠിക്കുന്നവരുണ്ട്, അവരാണ് ആസ്ട്രോണമേഴ്സ് എന്ന് പറയുന്നത്, ജ്യോതിശാസ്ത്രജ്ഞന്മാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യയാണെങ്കിൽ ഇന്ത്യക്കാണെങ്കിൽ ഒരുപാട് അങ്ങനെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ജ്യോതിശാസ്ത്രത്തിന് ഒരുപാട് സംഭാവനകൾ നേടിയെടുത്ത രാജ്യമാണ് ഇന്ത്യ. ഇതിൽ ഏറ്റവും വലിയ ആസ്ട്രോണമർ ആരാന്നറിയാമോ? ഏറ്റവും പ്രസിദ്ധനായത് ആര്യഭട്ട എന്നാണ്. 1500 വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആര്യഭട്ട എന്ന വ്യക്തിയാണ്, പിന്നെ ജ്യോതിശാസ്ത്രജ്ഞനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. അദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഇന്ത്യ. The greatest Indian astronomer is Aryabhatta, who lived in 1500 years ago. He was the first person to say that the earth is round and it rotates its own axis. അദ്ദേഹം പറഞ്ഞതാണ്, ആദ്യമായിട്ട് പറഞ്ഞെന്താണ്? ഭൂമി ഉരുണ്ടതാണ്. മുൻകാലങ്ങളിലൊക്കെ ഏറ്റവും പണ്ടിട്ട പ്രാചീന കാലങ്ങളിലൊക്കെ ഭൂമി ഫ്ലാറ്റാണെന്നാണ്, പരന്നത് എന്നാണ് വിശ്വസിച്ചിരുന്നത്. പിന്നെ സൂര്യന് ചുറ്റൊന്നും ഭൂമി ഒന്നിനു ചുറ്റും കറങ്ങുന്നില്ല, ഭൂമിയെ ചുറ്റുകയെന്നല്ലാതെ ഭൂമി പരന്നിട്ടാണെന്ന് ഒന്നിനെ ചുറ്റുന്നില്ല എന്നൊക്കെയായിരുന്നു അന്നത്തെ വിശ്വാസം. പിന്നീടാണ് ആ വിശ്വാസങ്ങളൊക്കെ തിരുത്തപ്പെട്ടത്. ഭൂമി ഉരുണ്ടതാണെന്നും സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ടെന്നും തെളിയിക്കപ്പെട്ടു. ഇത് ആദ്യം പ്രവചിച്ചത് ആരാണ്? ആര്യഭട്ടയാണ്. എന്താണ് തെളിയിച്ചത്? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ദി എർത്ത് ഈസ് റൊട്ടേറ്റ് ഇറ്റ്സ് ഓൺ ആക്സിസ്. സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്. വി ഹാവ് ഗെറ്റ് ഡേ ആൻഡ് നൈറ്റ്. അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? രാത്രിയും പകലും ഉണ്ടാവുന്നത്. എത്ര സമയമാണെന്നറിയാമോ? 23 hours 56 minutes and 9 seconds എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നടത്തും. 23 മണിക്കൂർ കുറച്ച് സമയമാണ്, പക്ഷെ എന്നാലും 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ദിവസം. അപ്പോൾ രാത്രിയും പകലും ഉണ്ടാവുന്ന എന്താണ്? ഭൂമി തൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് കൊണ്ടാണ്. അങ്ങനെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതോടൊപ്പം തന്നെ ഭൂമി ആരെ ചുറ്റുന്നുണ്ട്? സൂര്യനെ കൂടി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിന് എത്ര സമയം എന്ന് പറയുമ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 365 days 5 hours 59 minutes and 16 seconds എന്ന് പറഞ്ഞാൽ 365 ദിവസം നടത്തും. 365 ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു വർഷം അല്ലേ? അപ്പോൾ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതുമുണ്ട്, പിന്നെ സൂര്യനെ ചുറ്റുന്നും ഉണ്ട്. ഭൂമി സ്വയം കറങ്ങുമ്പോഴാണ് നമുക്ക് രാത്രിയും പകലുണ്ടാകുന്നത്. പറഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ പ്രകാശം നിൽക്കില്ല. അപ്പോൾ ചുറ്റും ഇങ്ങനെ കറങ്ങുമ്പോൾ നിങ്ങളൊരു ടോർച്ച് എടുത്ത് അടിച്ച് നോക്കുക.
ഒരു ബോൾ വെച്ചിട്ട് ടോർച്ചത്തിന് അടിച്ചിട്ട് ആ ബോൾ ഇങ്ങനെ കറക്കി നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു ഭാഗത്ത് മാത്രമേ വെളിച്ചാവുള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെ ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ ആ വെളിച്ചാവുന്ന ഭാഗമാണ് എന്ത് പകലും, ഇരുട്ടായി കാണുന്ന ഭാഗമാണ് രാത്രിയും. അല്ലേ? അങ്ങനെ ഇനി റാപ്പപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദി സൺ ആൻഡ് ദി ഒബ്ജക്ട്സ് ദാറ്റ് ഓർബിറ്റ് ഇറ്റ് ഫോം ദി സോളാർ സിസ്റ്റം. ദി പ്ലാനറ്റ്സ് ആർ ഹെവൻലി ബോഡീസ് ദാറ്റ് മൂവ് അറൌണ്ട് ദി സൺ ഇൻ ഫിക്സഡ് പാത്സ് കാൾഡ് ഓർബിറ്റ്സ്. Mercury is the smallest planet. Jupiter is the largest planet. Venus is the hottest planet. Uranus is the coldest planet. Satellites made by man and launched into space for communication and weather studies are artificial satellites. Asteroids are rock bodies orbit the sun. When a meteoroid enters Earth's atmosphere, it is called a meteor. When a meteor falls into the Earth's surface, it is called a meteorite. എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞതാണല്ലേ. സണ്ണും മറ്റു വസ്തുക്കളും ഒന്നിച്ചടങ്ങിയതിനെയാണ് സൗരയൂഥം എന്ന് വിളിക്കുന്നത്. പിന്നെ പ്ലാനറ്റ്സ് ഉണ്ട് അല്ലേ, മറ്റ് ജ്യോതിർഗോളങ്ങളെല്ലാം ഉണ്ട് അല്ലേ. അവയെല്ലാം കറങ്ങുന്ന ആ സഞ്ചാരപഥത്തെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്, ഭ്രമണപഥം എന്ന്. മെർക്കുറിയാണ് ഏറ്റവും സൂര്യനടുത്തുള്ള ഏറ്റവും ചെറിയതും ഏറ്റവും അടുത്തുള്ളതുമായ ഗ്രഹം. പിന്നെ വ്യാഴമാണ് അല്ലേ, ജൂപ്പിറ്ററാണ് ഏറ്റവും വലിയ ഗ്രഹം. ശുക്രനാണ് നല്ല ഏറ്റവും ചൂടുള്ള ഗ്രഹം. യുറാനസാണ് ഏറ്റവും തണുത്തുറഞ്ഞ ഗ്രഹം. പിന്നെ സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ മനുഷ്യനിർമ്മിതവും ഉണ്ട്, പ്രകൃതിയാലുള്ളതുമുണ്ട്. പിന്നെ ചിഹ്നഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ് പാറകളാൽ നിർമ്മിതമാണ് അല്ലേ. പിന്നെ അങ്ങനെ അവ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരാറുണ്ട്. അതിനെ വിളിക്കുന്നത് മീറ്റിയർ, ഉൽക്കകൾ എന്നാണ് വിളിക്കുന്നത്. പിന്നെ അങ്ങനെ ആ ഉൽക്കകൾ വീഴുന്നതിനെയാണ് ഉൽക്കാപതനം എന്ന് പറയുന്നത്. ദിസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓക്കെ പഠിക്കാനുള്ളത്. അപ്പോൾ സോളാർ സിസ്റ്റത്തെ കുറിച്ചൊരു ഐഡിയ കിട്ടിയോ അല്ലേ? നമുക്ക് സോളാർ സിസ്റ്റം ഒന്നുകൂടി നോക്കാം. ഒരു ഐഡിയ കിട്ടിയോ? സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സൺ ആൻഡ് ദി ഒബ്ജക്ട്സ് ദാറ്റ് ഓർബിറ്റ് ഫ്രം ദി സോളാർ സിസ്റ്റം എന്നല്ലെങ്കിൽ ഇങ്ങനെ ചുരുക്കം ഇങ്ങനെ മനസ്സിലാക്കുക. സൂര്യനും ഗ്രഹങ്ങളും അടങ്ങിയതിനെയാണ് സോളാർ സിസ്റ്റം, സൗരയൂഥം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്കൊന്നുകൂടി കാണാം. This is sun. സണ്ണായിട്ട് കണക്കാക്കുക തന്നെ സൺ. സണ്ണതങ്ങനെ ബ്രൈറ്റ് തിളങ്ങി നിൽക്കുന്നു അല്ലേ. സണ്ണ് തിളങ്ങി നിൽക്കുന്നു. ഏറ്റവും അടുത്തത് ഏതാണ്? ഇതാണ് മെർക്കുറി. ഉണ്ടോ? മെർക്കുറി ഏറ്റവും അടുത്തുള്ളതാണ്, ഏറ്റവും അടുത്ത് ചൂട് കൂടിയതുമാണ്. ദെൻ നെക്സ്റ്റ് ഏതാണ്? വീനസ്. കണ്ടില്ലേ, ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ്. ഇത് മെർക്കുറി. വ്യക്തമാവുന്നുണ്ടോ? മെർക്കുറി ഏറ്റവും ചെറിയ ഗ്രഹമാണ്, സണ്ണിനടുത്താണ്. നെക്സ്റ്റ് ഈസ് വീനസ്. വീനസ് പറഞ്ഞാൽ ശുക്രൻ. മെർക്കുറി എന്ന് പറഞ്ഞാൽ ബുധൻ. ദെൻ വീനസ്. കണ്ടില്ലേ, വീനസ് ബ്രൈറ്റസ്റ്റ് ആണ്. മോർണിംഗ് സ്റ്റാർ എന്ന് ഈവനിങ് സ്റ്റാർ എന്ന് വിളിക്കുന്ന വീനസ്. ദെൻ എർത്ത് കണ്ടോ? എർത്ത് ബ്ലൂയിഷ് കളറിൽ കണ്ടോ? എർത്ത് ബ്ലൂയിഷ് കളറിൽ അല്ലേ. ജീവനുള്ള ഒരേ ഒരു ഗ്രഹം. ദെൻ മാർസ് റെഡിഷാണ് കണ്ടോ. അതിൻ്റെ ഉപരിതലത്തിലൊക്കെ സർഫേസിലൊക്കെ പിന്നെ അതിൻ്റെ എന്താ പറയുക സോയിലൊക്കെ റെഡ് കളറിലാണ്. അതുകൊണ്ട് അതിൻ്റെ പിന്നെ ചുമന്ന ഗ്രഹം എന്ന് വിളിക്കുന്നു നോക്കിയത് മാർസ്. ദിസ് ഈസ് ഇതാണ് ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴം. ഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് അല്ലെ, ഏറ്റവും വലിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ. ദിസ് ഈസ് സറ്റേൺ എന്നാൽ ശനിഗ്രഹം. ഉണ്ട്, വലയമുണ്ട്, റൗണ്ട് റിങ്സ്, വലയങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് സാറ്റേൺ, ശനി എന്ന് പറഞ്ഞാൽ പ്ലാനറ്റിൽ സെക്കൻഡ് സ്ഥാനം. ദെൻ യുറാനസ് ചെറിയ നീല കളറാണ്, സ്കൈയുടെ ദേവനായതുകൊണ്ട്. ഇത് ലാസ്റ്റ് വൺ ഈസ് ഏതാണ്? നെപ്റ്റ്യൂൺ. ദിസ് ഈസ് നെപ്റ്റ്യൂൺ.
സൂര്യ, ഇത് സണ്ണിൽ നിന്ന് ഏറ്റവും ഫാർദസ്റ്റ് ആണല്ലേ, കണ്ടില്ലേ, വ്യക്തമാവുന്നില്ലേ? 8 planets കണ്ടില്ലേ, 8 planets. ദിസ് ഈസ് മെർക്കുറി എന്നാൽ ഇതാണ് ബുധൻ. ദിസ് ഈസ് വീനസ് ശുക്രൻ. ദിസ് ഈസ് എർത്ത് ഭൂമി. ദിസ് ഈസ് മാർസ് ചൊവ്വ. ദിസ് ഈസ് ജൂപ്പിറ്റർ മീൻസ് വ്യാഴം. ദിസ് ഈസ് സാറ്റേൺ. ദിസ് ഈസ് യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ദിസ് ആർ ദി 8 planets. ദിസ് ഈസ് സെൻറ്റർ ഓഫ് ദി സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ ആരാണ്? സെൻറ്ററിൽ കണ്ടില്ലേ, സൺ, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, ദെൻ യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, സണ്ണിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ, മെർക്കുറി റൊട്ടേറ്റ് ചെയ്തതാണ് ഓരോന്നിനും. ഈ റൊട്ടേറ്റിംഗ് പാതയ്ക്കാണ് എന്ത് പറയുക? ഓർബിറ്റ്. ഇവ സഞ്ചരിക്കുന്ന റൊട്ടേറ്റ് ചെയ്ത് വന്നു. ഇനി എർത്ത് റൊട്ടേറ്റ് ചെയ്തു. എർത്ത് റൊട്ടേറ്റ് ചെയ്യാൻ എർത്തിന് വേണ്ടത് ഒരു ദിവസമാണ് വേണ്ടത്. എർത്ത് റൊട്ടേറ്റ് ചെയ്ത് വന്നു. നെക്സ്റ്റ് ആരാണ്? മാർസ് റൊട്ടേറ്റ് ചെയ്യണം കേട്ടോ. മാർസ് റൊട്ടേറ്റ് ചെയ്ത് വന്നു. നെക്സ്റ്റ് ഏതാണ്? ജൂപ്പിറ്റർ ഏറ്റവും വലിയ ഗ്രഹമാണ്. ദി ലാർജസ്റ്റ് പ്ലാനറ്റ് ജൂപ്പിറ്റർ വന്നു. നെക്സ്റ്റ് ഏതാണ്? സാറ്റേൺ വലയമുള്ള റിങ്സ് ഉള്ള സാറ്റേൺ റൊട്ടേറ്റ് ചെയ്തു എത്തി. നെക്സ്റ്റ് ഈസ് യുറാനസ് പോകുന്നു. യുറാനസ് റൊട്ടേറ്റ് ചെയ്ത് എത്തി. ലാസ്റ്റ് വൺ ഈസ് നെപ്റ്റ്യൂൺ 8th വൺ, ഏറ്റവും ഫാർദസ്റ്റ്. കണ്ടാ ഓരോന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടാ. ഇങ്ങനെ സൂര്യന് ചുറ്റും ഓരോന്നിനും ഓരോ സമയമാണ് ഭ്രമണപഥമാണ്. അങ്ങനെ ഓരോന്നും വലം ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ. ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളും വലയം ചെയ്യും. അപ്പോൾ സൺ ആൻഡ് 8 planets called solar system. Can you understand? ഓക്കെ, കണ്ടില്ലേ, ഇതെല്ലാം ഓരോന്നിനും ഓരോ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. These are the planets of solar system. Okay. I hope all of you enjoy this lesson. Okay, enjoyed it? Do you like it? Okay. We shall wind up the class. See you next class. Study well. Take care. Okay, bye.